ലൈക്ക് ഒരു ഫ്ലോ ആയിരുന്നു അത്. ആൻഡ് ആസിഫിനെ കാണുമ്പോൾ ആസിഫായിട്ട് എനിക്ക് തോന്നില്ല ഒരിക്കലും, പ്രത്യേകിച്ച് പല്ലുകൊണ്ട് ചിരിച്ചു കഴിയുമ്പോൾ ഹി വാസ് ഹിസ് ക്യാരക്ടർ. ആൻഡ് സിംഗ് സൗണ്ട് ആയിരുന്നു. സിംഗ് സൗണ്ടിന്റെ ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സിംഗ് സൗണ്ട് ഷൂട്ട് ചെയ്യാനായിട്ട്. സിംഗ് സൗണ്ട് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പിൻ ഡ്രോപ്പ് സൈലൻസ് ആയിരിക്കും. ആൻഡ് നമ്മളൊരു ഭയങ്കര ഒരു മെഡിറ്റേറ്റീവ് പ്രോസസ് ആയിരിക്കും നമ്മൾ അഭിനയിക്കുമ്പോൾ തന്നെ. സിംഗ് സൗണ്ട് ആണെങ്കിൽ ഡബിങ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് ഡയലോഗ്സ് പറയണം, ഡെലിവറി കറക്റ്റ് ആയിരിക്കണം. അപ്പം there is so much of preparation that goes. ഡബിങ് ആണെങ്കിൽ actors tend to be a little lazy. ഡബിങ്ങിൽ കറക്റ്റ് ചെയ്യാന്നുള്ള ഒരു സാധനം ഉണ്ട്. ഒരു 100% എഫേർട്ട് ആണ് സിംഗ് സൗണ്ടിൽ ഇടേണ്ടത്. അപ്പം അതെല്ലാം ഇറ്റ് ഓൾ ഹെൽപ്ഡ് വെരി മച്ച്. സാർ ഇപ്പോൾ പറഞ്ഞല്ലോ, അത് സ്ക്രിപ്റ്റിൽ എഴുതിയേക്കുന്ന അതേ ഡയലോഗ്സ് പറയുന്ന ആവശ്യമില്ല, ആക്ടേഴ്സിന് അത് മോഡിഫൈ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് രജിത്തു സർ സ്കൂളിംഗ് ഓഫ് ഡയറക്ഷനിൽ നിന്ന് വന്ന സംഗതിയാണോ? അതെ, സാറ് ആക്ച്വലി വെൻ ഹി റൈറ്റ്സ് ദ സ്ക്രിപ്റ്റ് ദെർ ആർ ഡയലോഗ്സ്. പക്ഷേ സാർ ഒരിക്കലും ഡയലോഗ് ഇങ്ങനെ തന്നെ വേണം എന്ന് ത്രൂ ഔട്ട് ഒരു വാശിയുള്ള അങ്ങനത്തെ ഡയറക്ടർ അല്ല. ബിക്കോസ് ഹി മോസ്റ്റ് ഓഫ് ദ ടൈംസ് ഹി റൈറ്റ്സ് ഹിംസെൽഫ്. ചില ഏരിയാസിൽ, ചില സീൻസിൽ, ചില ഏരിയാസിൽ ചില ഡയലോഗ്സ് എഴുതിയതുപോലെ തന്നെ വരണം എന്നുണ്ടാവും. അതല്ലാതെ ബാക്കിയൊക്കെ കോൺവെർസേഷൻ, സാറിന്റെ ഡയലോഗ്സ് ഒക്കെ കേട്ടാൽ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള അങ്ങനത്തെ കോൺവെർസേഷണൽ ആയിട്ടുള്ള ഡയലോഗ്സ് ആണ് സാറിന്റെ സിനിമകളിൽ ഉണ്ടാവുക. സോ ഇൻ ദിസ് ഫിലിം ആസ് വെൽ ഡയലോഗ്സ് ഉണ്ടായിരുന്നെങ്കിലും യുനോ ലൈക്ക് ഷീ സെഡ് നമ്മൾ ആവശ്യമുള്ള സ്ഥലത്തൊക്കെ മാറ്റി ഒക്കെ ആണ് ചെയ്തത്. സിംഗ് സൗണ്ട്, സി ഇറ്റ്സ് ഓൾവേസ് ഡ്രീം ടു ഹാവ് സിംഗ് സൗണ്ട് ഇൻ ഓൾ. പക്ഷെ ഞാൻ ഒരിക്കലും ഈ പടത്തിന് സിംഗ് സൗണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം ഒന്ന്, ഡെസേർട്ടിലാണ് ഷൂട്ട്, അവിടെ വിൻഡും കാറ്റും വെള്ളവും ഒക്കെ ആയിരിക്കും, അതെന്തായാലും ഇമ്പോസിബിൾ ആയിരിക്കും എന്ന് വിചാരിച്ചിരിക്കും. അപ്പൊ വെൻ ഷീ ടോൾഡ് മീ ട്രൈ സിംഗ് സൗണ്ട്, then I got in touch with JD, നമ്മുടെ സൗണ്ട് ഡിസൈനർ. Then he said ki you know we can crack it. അതിന് സ്പെഷ്യൽ എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ട്, ആ എക്യുപ്മെന്റ്സ് ഒക്കെ ഹയർ ചെയ്യേണ്ടി വരും. എന്നിട്ട് ലൊക്കേഷനിൽ എത്തിക്കഴിഞ്ഞിട്ട് ഷൂട്ട് തുടങ്ങുന്നതിന് 2 ദിവസം മുമ്പ് ഓഡിയോ ടീം അവിടെ റേക്കി ചെയ്തു, ടെസ്റ്റ് സൗണ്ട് ഷൂട്ട് റെക്കോർഡ് ചെയ്തിട്ട് ഇങ്ങോട്ട് അയച്ചിരുന്നത് നമ്മുടെ സ്റ്റുഡിയോയിലിട്ട് ടെസ്റ്റ് ചെയ്തു. ഓക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് നമ്മൾ ഷൂട്ട് തുടങ്ങുന്നത്. അപ്പൊ പ്രേം നവാസ്, നമ്മുടെ പ്രൊഡക്ഷൻ ഡിസൈനർ, ഓൾസോ ഹാഡ് ടു മേക്ക് ഷുവർ ദാറ്റ് അതിന്റെ ഫ്ലോറിംഗും ഒക്കെ സിംഗ് സൗണ്ട് ഫ്രണ്ട്ലി ആയിരിക്കണം. അവിടെ നടക്കുമ്പോൾ ഒത്തിരി ശബ്ദം ഉണ്ടായാലും നമുക്കത് റീടേക്ക് പോയിക്കൊണ്ടിരിക്കും. സോ യാ, ഇറ്റ് ഓൾ ഫെൽ ഇൻ പ്ലേസ്. I also like to appreciate you for doing all these things. Thank you so much. You are a wonderful man. Thank you. Very sweet of you. Thank you. My question is, കഴിഞ്ഞ ദിവസം അഞ്ജലി മേനോൻ ഒരു സ്റ്റേറ്റ്മെന്റ് ഷെയർ ചെയ്തിരുന്നു. അതായത് മലയാള സിനിമയിലെ നടിമാരെവിടെ എന്ന് ചോദിച്ചുകൊണ്ട്. അതിന്റെ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം മലയാളത്തിൽ റീസെന്റ് ഹിറ്റായ ആവേശമാണേലും മഞ്ഞുവൽ ബോയ്സ് ആണേലും ബ്രഹ്മയുഗം ആണേലും ഇതിൽ ലേഡി റോൾസ് അല്ലെങ്കിൽ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് മെയിൻ ആയിട്ട് വന്നിട്ടില്ല. സോ എന്തുവാ, അമലയ്ക്ക് ആ ഒരു സ്റ്റേറ്റ്മെന്റിനോട് എന്താണ് പറയാനുള്ളത്? ബിക്കോസ് ഈ ഒരു സ്റ്റേജിലും സിനിമയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നടിയാണ്. മറ്റുള്ള നടിമാരൊക്കെ ഇത്തരം സ്റ്റേജിൽ ബാക്ക് ഓഫ് ചെയ്യുക, ഈവൻ സോഷ്യൽ മീഡിയയിൽ നിന്ന് വരെ ബാക്ക് ഓഫ് ചെയ്യാറാണ് പതിവ്. അപ്പൊ ആ ഒരു ചോദ്യത്തിന് അമലയ്ക്കുള്ള ഒരു മറുപടി എന്താണ്? I think ആ ചോദ്യത്തിന്റെ ഏറ്റവും നല്ല ഉത്തരം is our film Level Cross. When it will come, അത് ആ ഒരു എന്താ പറയാ, that will answer the question. Yeah. മലയാള സിനിമയിലെ നടിമാർ എവിടെ എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരവായിരിക്കും ലെവൽ ക്രോസ്. Yes, definitely. അങ്ങനെ പ്രതീക്ഷിക്കാം. ഓരോ സെക്കൻഡിലും പ്രത്യേകിച്ച് ത്രില്ലർ ആണെങ്കിൽ അടുത്ത എന്ത് നടക്കുന്ന ഒരു പ്രഡിക്ഷൻ ഉണ്ടാവും. അതേപോലെ നടത്തുവാണെങ്കിൽ പിന്നീട് കാണാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടായിരിക്കും ഓരോ മൂമെന്റ്, ഓരോ 10 മിനിറ്റിലും എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് ഉണ്ടായിരിക്കണമെന്നാണ് ഇപ്പോഴത്തെ ഒരു ഇത് പറയുന്നത്. അപ്പോൾ ജിത്തു സാർ എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ ഇങ്ങനെ ഈ സീനിൽ ഇങ്ങനെ മാറ്റങ്ങൾ വരുത്താനോ അങ്ങനത്തെ ടിപ്സ് ജിത്തു സാർ ഉണ്ടോ? സാറിനോട് ഞാൻ ഈ കഥ പറയുന്നത് 12th മാന്റെ പ്രീ പ്രൊഡക്ഷൻ സമയത്താണ്. അപ്പോൾ സാറിന് സ്റ്റോറി അപ്പൊ തന്നെ ഇഷ്ടപ്പെടുകയും അപ്പൊ തന്നെ ഞാൻ ലിൻഡ മാമിനോടും കാത്തിനോടും ഒക്കെ സാറ് കഥ പറയാൻ പറഞ്ഞു, അവരോടൊക്കെ കഥ പറഞ്ഞു, അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു സംഭവം. അങ്ങനെയാണ് സാറ് രമേശ് സാറിനോട് പറയുന്നത് അർഫാസിന്റെ ഒരു കഥയുണ്ട് കേൾക്കുന്നത്. അപ്പൊ രമേശ് സാർ നെക്സ്റ്റ് സ്റ്റെപ്പിന് കൊച്ചിയിൽ വന്നപ്പോൾ കഥ പറഞ്ഞു. എനിക്കൊന്നൊരു 15 മിനിറ്റ് എന്തോ ബ്രീഫ് ചെയ്തിട്ടാണ് ഞാൻ സ്റ്റോറി പറഞ്ഞത്. പക്ഷേ ഹി ഈസ് വെരി ഗുഡ് അറ്റ് ജഡ്ജിങ് തിങ്സ്. ഐ തിങ്ക് ഹി സെഡ് യെസ്. അത് കഴിഞ്ഞിട്ട് കൂമന്റെ സമയത്താണ് ആസിഫിനോട് കഥ പറയുന്നതും. then it started. So in terms of writing, see, ഇതൊരു നമ്മൾ അങ്ങനത്തെ ഒരു ത്രില്ലറിനെക്കാളും ഇറ്റ്സ് എൻ ഇന്റൻസ് ഡ്രാമ. ഇറ്റ്സ് അബൌട്ട് ദീസ് ക്യാരക്ടേഴ്സ്, അവരുടെ ജേർണി,
These two characters, Asif and Amla, they've come from two different walks of life, and how they meet and how they interact. It's more of an intense drama than anything else. And of course, there are some thrilling elements as well, which is just an add-on, but primarily, these characters' journey, and that's what it is. ഈ ദുൽഖർ സൽമാൻ ഈ സിനിമ ഉണ്ടോ, അല്ലെങ്കിൽ വേഫെയറിന്റെ ഒരു അസോസിയേഷൻ എങ്ങനെയാണ് ഈ സിനിമയുമായി? ഞാൻ അവരുമായിട്ടൊക്കെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, അറിയാവുന്ന ആൾക്കാരാണ്. അപ്പോൾ സംഗീത് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് പേപ്പറിൽ വർക്ക് ചെയ്യുന്നത് സംഗീതാണ് എന്നോട് ചോദിച്ചത്, എൻ്റെ ഡിസ്ട്രിബ്യൂഷൻ പോയിട്ടുണ്ടോ, നമുക്ക് താല്പര്യമുണ്ടെന്ന് സംഗീതാണ് പറയുന്നത്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ദേവനും വേഫറിന്റെ ടീം എല്ലാവരും വന്ന് സിനിമ കാണുകയും ഇഷ്ടപ്പെടുകയും അങ്ങനെയാണ് അതിന്റെ പ്രോസസ്സ്. ദുൽഖർ കണ്ടിട്ടില്ല സിനിമ. ദുൽഖറായിട്ട് ഒരു സിനിമ പ്രതീക്ഷിക്കാമോ? എനിക്കറിയത്തില്ല, എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ ദുൽഖർ പറയണ്ടേ, ഞാനല്ലല്ലോ പറയണ്ടേ. ഇത് മൾട്ടി ലാംഗ്വേജ് ആണ് ഫിലിം. ആ ഒരു ഡിസിഷൻ എപ്പോഴാണ് തീരുമാനിക്കുന്നത്? അത് ആക്ച്വലി സിനിമ കംപ്ലീറ്റ് ആയി പോസ്റ്റ് പ്രൊഡക്ഷൻ ഒക്കെ കഴിഞ്ഞിട്ട് സിനിമ നമ്മൾ കുറെ പേര് കാണുമല്ലോ, നമ്മുടെ അടുത്തുള്ള ആൾക്കാരും എല്ലാവരും കാണുമല്ലോ. അപ്പൊ അവര് കണ്ടവരൊക്കെ ഇതൊരു യൂണിവേഴ്സൽ സബ്ജക്റ്റ് ആണ്, ഏത് ഭാഷയിലും നടക്കാവുന്ന സംഭവങ്ങളാണ്. സിനിമ നടക്കുന്നത് ഒരു ഇമാജിനറി ലാൻഡിലാണ്, കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് എന്നല്ല. അപ്പൊ സിനിമ കണ്ടവരൊക്കെ പറഞ്ഞു ഇത് യൂണിവേഴ്സൽ സബ്ജക്റ്റ് ആണല്ലോ, ഒരു കാണുമ്പോൾ ഈ ഫോറിനിലൊക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടാകുമ്പോൾ ഒരു ഇന്റർനാഷണൽ ഫീൽ ഉണ്ട്. സോ ഇറ്റ് വിൽ ബി എ നൈസ് ഐഡിയ ടു do it in other languages. Ramesh sir suggest chedu. Ramesh sir felt that that's a good idea. So it was sir's decision.